നമസ്കാരം. കേരളത്തിൽ ഗംഭീര വിജയം നേടി അധികാരത്തിൽ വന്ന് UDF മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള തർക്കം ഇപ്പോഴും കോൺഗ്രസിൽ തുടരുന്നു. എന്നാൽ ഒരു കാരണവശാലും ഈ തർക്കം രമ്യമായി പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല, ഹൈക്കമാൻഡ് ഇടപെടണം എന്ന് തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്ന മുറവിളി. 3 പേരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പാർട്ടിയെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ച് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ UDFനെ അധികാരത്തിൽ കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവായ VD സതീശൻ. മറ്റൊന്ന്, മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന ചെറിയ പ്രായത്തിൽ തന്നെ MLAയും മന്ത്രിയുമായ രമേശ് ചെന്നിത്തല. മറ്റൊന്ന്, AICCയുടെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ. 3 പേരും വ്യക്തിപരമായി നോക്കുമ്പോൾ, സംഘടനാപരമായി നോക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യർ തന്നെയാണ്. എന്നാൽ UDFനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുകയും എങ്ങനെയൊക്കെ ആയിരിക്കണം മത്സരരംഗം എന്നുള്ളത് തീരുമാനിക്കുകയും എല്ലാം ചെയ്തതിൽ KC വേണുഗോപാലിന് വേണ്ടത്ര പങ്കാളിത്തമുണ്ട് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളിൽ KC വേണുഗോപാൽ എത്ര കണ്ട് ഇടപെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കണ്ട് ജനകീയനാണ് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഫണ്ട് കണ്ടെത്തുകയോ, അതായത് കർണാടകത്തിലെ ശിവകുമാറിനെയോ അല്ലെങ്കിൽ രേവണ്ണയോ എല്ലാം കണ്ടെത്തി ഫണ്ട് കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറി UDF തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ ഒരു കാരണം ഫണ്ടില്ലായ്മ തന്നെയാണ്. അന്ന് CPM-ഉം BJP-യും എല്ലാം ഫണ്ട് വളരെ ക്രമാതീതമായി തന്നെ പൊതു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് ഫണ്ട് കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ പേരിൽ അണികളെ പോലും പ്രവർത്തനത്തിന് ഇറക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫണ്ട് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ആ രീതിയിൽ KC വേണുഗോപാൽ ഫണ്ടറെ കണ്ടെത്തി ഫണ്ട് ഇറക്കി എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഫണ്ട് കണ്ടെത്തി എന്നുകൊണ്ടോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ആളുകൾ മത്സരിക്കണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കൂടുതൽ ചർച്ചകൾ സജീവമാക്കിയത് കൊണ്ട് മാത്രം ഒരു ആൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൻ്റെ മാനദണ്ഡം അതാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മാത്രമല്ല, കേരളത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാത്ത ആൾ കൂടിയാണ് KC വേണുഗോപാൽ. അദ്ദേഹം നിലവിൽ MP കൂടിയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ AICCയുടെ വക്താവായ KC വേണുഗോപാൽ തന്നെ ഇപ്പോൾ ഭരണം കിട്ടുമ്പോൾ അത്തരം മാനദണ്ഡങ്ങളെല്ലാം മറന്നുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തിന് കടിപിടി കൂടുന്നത് ഒട്ടും ഭൂഷണമല്ല എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാലിപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, രമേശ് ചെന്നിത്തല കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ഭരണപക്ഷത്തിരുന്ന പിണറായി വിജയനെതിരെ നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. മന്ത്രി എന്ന രീതിയിലും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുമെല്ലാം രമേശ് ചെന്നിത്തലയ്ക്ക് പ്രവർത്തന പാരമ്പര്യമുണ്ട്, പരിചയമുണ്ട്. എന്നാൽ VD സതീശനെ പോലെ ജനകീയ അടിത്തറ രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഭരണസമിതിയിൽ, അതായത് കേരളത്തിൽ UDFൻ്റെ ഭരണസമിതിയിൽ മുഖ്യമായ ഒരു സ്ഥാനമുണ്ടായിരിക്കണം, പ്രമുഖ സ്ഥാനത്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതായത് 5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവായി VD സതീശൻ അധികാരത്തിലെത്തുമ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പടിപടിയായി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴികെ കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കൂട്ടുകയും മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും ലോക്സഭയിലേക്ക് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. മാത്രമല്ല, ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു ഉണർവാണ് VD സതീശൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം കൊണ്ട് ഉണ്ടായത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. മാത്രമല്ല, മത നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ കോൺഗ്രസിന് അത് UDFന് വലിയ തലവേദനയുണ്ടാകുമ്പോൾ ശക്തമായ നിലപാടുകളോടുകൂടി അത് ഏത് മത മേലധ്യക്ഷന്മാരാകട്ടെ ഒരു പരിധിക്കപ്പുറം രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മത മേലധ്യക്ഷന്മാരുടെയും തിണ്ണ നിറങ്ങാൻ താൻ പോകില്ല എന്നുള്ള കർക്കശമായ ഉറച്ച നിലപാടുകൾ എടുത്തതും VD സതീശന് വലിയ ഗുണകരമായി. കാരണം നിലപാടുകളുള്ള മതമേലധ്യക്ഷന്മാരുടെ നിലപാടുകൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത, കോൺഗ്രസിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കർക്കശക്കാരനായ, എന്നാൽ നിലപാടുകളിൽ സുതാര്യതയുള്ള
ജനങ്ങൾക്ക് ഇത്രയധികം സ്വീകാര്യതയുള്ള വി ഡി സതീശനെ പോലുള്ള മറ്റൊരു നേതാവ് ഇപ്പോൾ കോൺഗ്രസിലില്ല എന്ന് ഒരു പറ്റം അണികൾ അങ്ങനെയും സാക്ഷ്യം ചെയ്യുന്നു. ആരായിരിക്കണം കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു സർവേ നടത്തുകയാണെങ്കിൽ അത് വി ഡി സതീശൻ ആയിരിക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി മത്സരിക്കാതെ മാറി നിൽക്കുകയും രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ സമുന്നതമായ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് വി ഡി സതീശൻ്റെ ക്യാമ്പുകൾ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഈ മൂന്ന് നേതാക്കന്മാരും അവരവരുടെ മാനേജർമാരെ ഇറക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കൂടുതൽ പരസ്യപ്രചരണ വേലകൾ നടത്തുന്നു എന്നാണ് പറയാൻ കഴിയുക. കെ സി വേണുഗോപാൽ കൂടുതൽ MLA-മാരുടെ ഭൂരിപക്ഷമുള്ള ആളാണ് എന്ന് തെളിയിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഏതാണ്ട് 52 MLA-മാർ അദ്ദേഹത്തിൻ്റെ പക്ഷത്തുണ്ട് എന്നാണ് പറയാൻ കഴിയുക. ഇതിനെ തടയിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം അവകാശവാദങ്ങൾക്ക് തടയിടുന്നതാണ് വി ഡി സതീശൻ്റെ ക്യാമ്പ്. അവർ പറയുന്നത് വി ഡി സതീശൻ നിർദ്ദേശിച്ചിരുന്ന ആളുകളെ മത്സരിപ്പിച്ചിരുന്നു എങ്കിൽ വിജയസാധ്യത കണക്കാക്കി വി ഡി സതീശൻ ഓരോ പേരുകൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്തരം ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ 102-ൽ നിന്ന് 122-എങ്കിലുമായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ കക്ഷിനില ഉയരുമായിരുന്നു. അതിന് തടസ്സം നിന്നത് കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാലിന് താല്പര്യമുള്ള ആളുകളെ അതാത് ഇടങ്ങളിൽ നിർത്തി അത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മത്സരം വരികയാണെങ്കിൽ തനിക്ക് വേണ്ടി കൈപൊക്കുവാൻ വേണ്ടി MLA-മാർ ഉണ്ടായിരിക്കണം എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ അത്തരം ഒരു വെട്ടൽ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഹൈക്കമാൻഡിൻ്റെ അടുത്തയാൾ എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എല്ലാം ഉപദേശിക്കുന്ന ആൾ എന്ന രീതിയിൽ വേണുഗോപാലിന് ഹൈക്കമാൻഡിനിടയിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വേണുഗോപാൽ മാറുകയാണെങ്കിൽ ഹൈക്കമാൻഡിനും അക്കാര്യത്തിൽ പിഴവ് പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഹൈക്കമാൻഡ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ചില ആളുകളെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ആ അധികാര കേന്ദ്രങ്ങളിൽ വന്ന ആളുകൾ BJP-യിലേക്ക് പോവുകയും ആ സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസ് തകരുന്ന കാഴ്ചയെല്ലാം ഇപ്പോൾ വി ഡി സതീശൻ്റെ പക്ഷത്തുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയോ MLA-മാരുടെ എണ്ണത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അഥവാ സീനിയോറിറ്റി മാത്രം പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനിടയിൽ അത് വലിയ കലാപം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് നിശ്ചയിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക.